നമ്മൾ 90% അമ്മമാരും മക്കളോട് പറയുന്ന, അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ മറ്റു കാര്യത്തിലൊന്നും ഇടപെടണ്ട, നീ അമ്മയെ സഹായിക്കാനൊന്നും വരണ്ട, നീ കളിക്കാനൊന്നും തൽക്കാലം പോവണ്ട, നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ കാര്യം നോക്ക, നീ പഠിക്ക, നീ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കണ്ട, നീ നിന്റെ കാര്യം അന്വേഷിച്ചാൽ മതി, നിന്റെ കാര്യം അന്വേഷിച്ച് നല്ലോണം പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നീ നല്ല ഒരു ജോലി വാങ്ങിച്ച് നല്ലവണ്ണം ജീവിക്കുക, നീ നിന്റെ കാര്യം നോക്ക. ഇത് അമ്മമാർ പറയുന്നത് ലാഘവത്തോടുകൂടിയും സീരിയസ് ആയും എല്ലാം. ചില അമ്മമാരും അച്ഛന്മാരും പിന്നെയും പറയാറുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖമൊന്നും നിനക്ക് അനുഭവിക്കേണ്ടി വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ലാപ്പകൽ കഷ്ടപ്പെടുന്നത്. നീ നല്ല രീതിയിൽ പഠിക്കണം, ബുദ്ധിമുട്ടൽ അനുഭവിക്കേണ്ടി വരരുത്, ഞങ്ങൾ അനുഭവിച്ച ജീവിതത്തിലെ നരകയാതന ഒന്നും നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നീ സുഖമായിട്ട് നിനക്ക് വേണ്ടി അമ്മയും അച്ഛനും പ്രവർത്തിക്കുന്നത് സ്വീകരിച്ച് നല്ല മാർക്ക് മേടിച്ച് പാസ്സായിട്ട് വലിയവനായാൽ മതി, വേറൊന്നും നീ ചെയ്യണ്ട, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് ചേർത്തും ചേർക്കാതെയൊക്കെ പറയുന്ന മാതാപിതാക്കളുടെ ഒരു ചെറിയ ഉദാഹരണം. തിരുവല്ലയിൽ നിന്നൊരു സ്ത്രീ, നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അവരുടെയും പേര് എലിസബത്ത് എന്നാണ്. കേശദാസപുരത്ത് തന്നെ വിളിച്ചതും എലിസബത്താണ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതും എലിസബത്താണ്. നിരന്തരം ഞാൻ എലിസബത്ത് എന്ന പേര് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും പേര് ഉപയോഗിച്ചിടാം. ഈ അമ്മച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു അമ്മച്ചിയാണ്. എന്നെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഗോപാലേഷ എന്ന് മുഴുവൻ വിളിക്കില്ല, എനിക്ക് തന്നെ ഗോപാല എന്ന് വിളിക്കണം, ചിലപ്പോൾ ഗോപാലേഷ എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക. വിളിച്ച് ഗോപാലേഷ, എനിക്ക് ഗോപാലകൃഷ്ണനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞോളൂ അമ്മച്ചി, എന്താ വിശേഷം? ഗോപാലേഷ, ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. എനിക്ക് 70 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് ഇപ്പം കണക്ക് കൂട്ടിയിരിക്കുന്നത്. എസ്റ്റേറ്റ് ഉണ്ട്, 2-3 ബംഗ്ലാവുണ്ട്. എൻ്റെ ഭർത്താവ് കുറേയധികം കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ എന്നോട് വിളിച്ച് രാത്രി 10 മണിക്ക് പറയുന്നത് എന്തിനാ അമ്മച്ചി എന്ന് ഞാൻ ചോദിച്ചു. മോനോടൊരു കാര്യം പറയാനാണ്. ശരി, പറഞ്ഞോളൂ അമ്മച്ചി. എൻ്റെ മകൻ ഹ്യൂസ്റ്റണിലാണ് താമസിക്കുന്നത്. ശരി അമ്മച്ചി. അവൻ്റെ മകളാണെങ്കിൽ ന്യൂയോർക്കിലാണ്. ശരി. അവൻ്റെ ഭാര്യ എവിടെയോ ഷിക്കാഗോയിലോ എവിടെയാണെന്ന് അവൻ പറഞ്ഞു. അമ്മ, ഇതെന്തിനാ എന്നോട് പറയുന്നത്? അമ്മച്ചിയുടെ മകനും മരുമകളും മകൻ്റെ മകളും ഒക്കെ ഞാനുമായിട്ട് ഏത് രീതിയിലാണ് ബന്ധപ്പെടുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേക്ക് മോനെ. ശരി, പറഞ്ഞോളൂ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നിങ്ങൾക്ക് ജീവിക്കാൻ, സുഖമായിട്ട് ജീവിക്കാൻ 70 കോടി രൂപയുടെ സ്വത്ത് ഇവിടെ ഉണ്ടെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഈ 70 കോടി രൂപയുടെ സ്വത്ത് കൊണ്ട് നിനക്ക് എത്ര തലമുറ വേണമെങ്കിലും ജീവിക്കാമല്ലോ. നീ എന്തിനാ അമേരിക്കയിൽ ചെന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ നരകയാതന അനുഭവിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ വന്ന് ജീവിച്ചൂടെ? അമ്മച്ചിക്കാണെങ്കിൽ വളരെ പ്രായമായി, 75 വയസ്സായി, ഇനി എത്ര ദിവസമാണെന്ന് അറിഞ്ഞൂടെ, അമ്മച്ചി മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. അവൻ എന്താ പറഞ്ഞറിയോ മോനെ? അവൻ പറഞ്ഞത്, അമ്മച്ചി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ, നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക, നീ മറ്റൊന്നിലും ഇടപെടണ്ട, നീ വലിയവനും നല്ലവനുമായിട്ട് ജീവിച്ചാൽ മതി, മറ്റൊരു കാര്യത്തിലും നീ ഇടപെടണ്ട. നല്ല അമ്മച്ചി ചെറുപ്പം മുതൽക്കേ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് ഹ്യൂസ്റ്റണിൽ ജീവിക്കുന്നു, എൻ്റെ മകൾ അവളുടെ കാര്യം നോക്കിയിട്ട് ന്യൂയോർക്കിൽ ജീവിക്കുന്നു, എൻ്റെ ഭാര്യ അവളുടെ കാര്യം നോക്കിയിട്ട് ഷിക്കാഗോയിൽ ജീവിക്കുന്നു. അതുപോലെ എൻ്റെ അമ്മച്ചി തിരുവല്ലയിൽ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചോ, പിന്നീട് എന്തെങ്കിലും വേണമെങ്കിൽ ആലോചിക്കാം. അപ്പം ആ സ്ത്രീ എന്നോട് പറയായിരുന്നു, പണ്ട് പറഞ്ഞത് ഓർത്ത് വെച്ച് നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചെന്ന് പറഞ്ഞത് അവൻ ഇങ്ങനെയാണ് എടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അമ്മ ഗോപാലകൃഷ്ണ. നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ പറഞ്ഞു മറ്റുള്ളവരുടെ ഒരാളുടെയും കാര്യം നോക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിലെ അംഗമായി തീർന്നതുപോലെ ആയിരുന്നു ഈ സ്ത്രീ നമ്മളെ ഫോൺ വിളിച്ച് രാത്രി 10 മണിക്ക് പറഞ്ഞത്. നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം വളരെ ശ്രദ്ധയോടുകൂടി വേണം കൊടുക്കാൻ. വളരെ കാഷ്വലി നുണയും തെറ്റായിട്ടുള്ളതും നാരോ മൈൻഡ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ളത് കൊടുക്കരുത്. നീ ഒരിക്കലും വെയിലത്ത് പോകരുത്, അങ്ങനെ പറയരുത്. അത് നീ വെയിലത്ത് പോകണം, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഒന്നും പാടില്ലെന്നോ ഒന്നും നിർബന്ധമായിട്ട് വേണമെന്നോ നമ്മൾ പറയുമ്പോൾ
അതിൻ്റെ വരും വരായികകൾ കൂടി ചിന്തിക്കണം. ക്രൈസിസിലല്ല ജീവിക്കുന്നതെങ്കിൽ. നോർമൽ ലൈഫിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ക്രിട്ടിക്കൽ ലൈഫിലെ കാര്യമല്ല. ക്രിട്ടിക്കൽ ലൈഫിൽ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ വരും വരായികകൾ മുഴുവനും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഓർമ്മിക്കുക, നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക, മറ്റാരുടെയും കാര്യം നോക്കാൻ പോവണ്ട. നീ വളർന്നാൽ മതി, നീ ഉയർന്നാൽ മതി, നീ പഠിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും കുട്ടികൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് സന്ദേശം മനസ്സിലാക്കിയിട്ടാണ് എടുക്കുക. പക്ഷെ എല്ലാവരും അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഫോൺ വരുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, അതാരാണെന്ന് നോക്കിയിട്ട് അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്. നമ്മൾ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ പച്ചയ്ക്ക് അച്ഛൻ്റെ മുമ്പിൽ പച്ച നുണ വേറൊരുവനോട് പറയാൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനഃപൂർവ്വം പഠിപ്പിക്കുകയാണ് പല കാര്യത്തിൽ. അതുകൊണ്ട് ചില സന്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇൻഫ്ലുവൻസും ഇമ്പാക്റ്റും കൂടി നോക്കിയിട്ട് വേണം മക്കൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനും എന്നും ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.